കൊല്ലം കുരീപ്പുഴയിൽ നിർത്തിയിട്ട മീൻപിടുത്ത ബോട്ടുകൾ വൻ തീപിടുത്തമുണ്ടായി. 10ലധികം ബോട്ടുകൾക്കാണ് ഇന്ന് പുറച്ചോട് തീപിടിച്ചത്. ബോട്ടുകളിലെ ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചത് രക്ഷാപ്രവർത്തനത്തിന് കടുത്ത വെല്ലുവിളിയായി. അതിലെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കിയെന്ന ആശ്വാസകരമായ വാർത്തയും ഈ മണിക്കൂറിൽ വരുന്നു. ആദ്യം നമുക്ക് ചില പ്രതികരണങ്ങൾ കാണാം. നമുക്ക് പോലീസ് കൺട്രോൾ റൂമിൽ നിന്നാണ് ഈ തൊട്ടടുത്ത വീട്ടിലെ സ്ത്രീയാണ് ഈ സൗണ്ട് കേട്ട് ആദ്യം ഉണരുന്നത്. അവർ 112ലേക്ക് പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു. പോലീസ് കൺട്രോൾ റൂമിൽ നിന്ന് നമ്മുടെ പോലീസിന്റെ ഇൻഫർമേഷൻ സിസ്റ്റം വെച്ച് അറിയിച്ചു. അപ്പോൾ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്ഥലത്തെത്താനായിട്ട് സാധിച്ചു. പോലീസ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് സമീപ സ്ഥലത്തുള്ള ബോട്ട് അഴിച്ചു മാറ്റി. അതുകൊണ്ട് കൂടുതൽ ദുരന്തം ഒഴിവായി. ഒരു 9 ബോട്ട് പൂർണ്ണമായിട്ട് കത്തിയിട്ടുണ്ട്. ഒരെണ്ണം ഭാഗികമായിട്ട് കത്തിയിട്ടുണ്ട്. കൊല്ലം കുരീപ്പുഴയിൽ നിന്ന് അരുൺ രാജ് തത്സമയം ചേരുകയാണ്. ഈ കാര്യത്തിൽ എന്തായാലും സമഗ്രമായ അന്വേഷണം നടത്തും. എന്താണ് ഈ തീപിടിക്കാനുള്ള കാരണം എന്ന് അന്വേഷിക്കുമെന്ന് കൊല്ലം ജില്ലാ കളക്ടർ എൻ ദേവിദാസ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി നമുക്ക് കാണാം. ഏതാണ്ട് 10ഓളം ബോട്ടുകൾ തീപിടിച്ചതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ തീ പടരുന്നതിന് മുമ്പ് തന്നെ സ്ഥലവാസികളും റോബർട്ടും അതുപോലെ കൂടി ഉണ്ടായിരുന്നവരെല്ലാം കൂടിയിട്ട് അത് പടരുന്നത് തടസ്സപ്പെടുത്തി ബാക്കി 10ഓളം ബോട്ടുകളാണ് തീപിടിച്ചിരിക്കുന്നത്. അതിൽ നീണ്ടകര സ്വദേശി ഒരു ലോറൻസിന്റെ ബോട്ടുണ്ട്. ബാക്കി 9 ബോട്ടുകൾ തിരുവനന്തപുരം പൊഴിയൂർ സ്വദേശികളായിട്ടുള്ളവരാണ്. അവരെല്ലാവരും ഈ ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഈ മത്സ്യബന്ധനമൊക്കെ നിർത്തിയിട്ട് പോയതാണ്. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് DD ഉണ്ട് ഇവിടെ. അപ്പം അതിന്റെ കണക്കുകൾ എടുക്കും. അതിന്റെ തുടർ നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് അന്വേഷണം ഉണ്ടാകും. ബോട്ടുകൾക്ക് തീപിടിച്ച കൊല്ലം ജില്ലയിലെ കുരിപ്പുഴയിൽ നിന്ന് തത്സമയം ചേരുകയാണ് അരുൺ രാജ്. അരുൺ രാജ്, എനിക്ക് തോന്നുന്നത് താങ്കൾ നേരത്തെ തന്നെ അവിടെ എത്താൻ കഴിഞ്ഞ മാധ്യമപ്രവർത്തകനാണ്. എന്തൊക്കെയായിരുന്നു ഈ തുടക്ക സമയത്ത് അവിടെ ചെന്നിറങ്ങിയപ്പോൾ കാണാൻ കഴിഞ്ഞത്? SKN 1:30ക്കാണ് നമ്മളിലേക്ക് അടുത്തേക്ക് ഒരു കോൾ എത്തുന്നത്. ഇത്തരത്തിലൊരു തീപിടുത്തമുണ്ട്, കുരീപ്പുഴയിൽ മത്സ്യബന്ധന ബോട്ടുകൾക്ക് തീപിടുത്തമുണ്ടെന്ന വാർത്തയാണ് ആദ്യം നമ്മളെ തേടിയെത്തിയത്. എത്തിയതിന് പിന്നാലെ നമ്മൾ ഈ സ്ഥലത്തേക്ക് ഓടിയെത്തിയപ്പോൾ കണ്ട കാഴ്ച ഒരു നിരനിരയായി കിടക്കുന്ന 10ഓളം ബോട്ടുകൾ കത്തിയമരുന്നതാണ്. ഈ കത്തിയമരുന്ന ബോട്ടുകളിൽ പിന്നെ നാട്ടുകാരുടെ രക്ഷാപ്രവർത്തനമാണ് പിന്നെ കണ്ടത്. ആദ്യഘട്ടത്തിൽ ഫയർഫോഴ്സ് എത്തുന്നതിന് മുമ്പ് തന്നെ ബോട്ടുകൾ അവിടെ നിന്ന് അഴിച്ചുവിടുകയാണ് നാട്ടുകാർ ചെയ്തത്. ഇതേ തുടർന്ന് നിരവധിയായ ബോട്ടുകൾ, അത് 4ഓളം ബോട്ടുകൾ ഈ കായലിലേക്ക് മാറി. പിന്നീട് വന്ന ഈ ബോട്ടുകളാണ് ഈ നിരത്തിട്ടിയ ബോട്ടുകളാണ് ഇപ്പോൾ ചാമ്പലായി കിടക്കുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ 7ഓളം ബോട്ടുകൾ ഇവിടെ തന്നെ പൂർണ്ണമായും കത്തി അമർന്നതാണ് കാഴ്ചയിൽ കണ്ടത്. ഫയർഫോഴ്സിന് ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നതിന് വലിയ ബുദ്ധിമുട്ട് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. കാരണം ചെറിയ ഇടവഴിയാണ്, വലിയ വാഹനങ്ങൾ അവിടെ എത്തിയില്ല. പിന്നീട് ചെറിയ വാഹനങ്ങളടക്കം എത്തിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ക്രമീകരണം പിന്നീട് ഫയർഫോഴ്സ് നടത്തിയത്. ഇപ്പോഴും ഈ ഒരു ബോട്ടിൽ തീ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പൂർണ്ണമായും അണയ്ക്കാനുള്ള ഒരു ശ്രമകരമായ ദൌത്യത്തിൽ ഇപ്പോൾ ഫയർഫോഴ്സ് നടത്തുകയാണ്. കായലിനുള്ളിലും ഇതുപോലെ തന്നെ 3ഓളം ബോട്ടുകൾ കത്തി നശിച്ചിട്ടുണ്ട്. എന്താണ് തീപിടുത്തത്തിന്റെ കാരണമെന്ന് അതിൽ വ്യക്തതയില്ല. ഈ ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചാണ് കൂടുതൽ വലിയ നാശനഷ്ടം ഈ പലയിടത്തും ഉണ്ടായത്. കാരണം ഓരോ ബോട്ടിലും 2 സിലിണ്ടർ അടക്കം എല്ലാ ബോട്ടുകളിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചത് അപകടത്തിന്റെ തോത് വർദ്ധിച്ചു. പക്ഷേ ഒരു മത്സ്യത്തൊഴിലാളികൾക്ക് പോലും പരിക്കേറ്റിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. സംഭവത്തിൽ സമഗ്ര അന്വേഷണം തന്നെ നടത്തും എന്നുള്ളതാണ് ജില്ലാ കളക്ടർ പറഞ്ഞത്. കാരണം ഒരാഴ്ച മുമ്പാണ് ഇവിടെ നിന്ന് 500 മീറ്റർ മാറി മറ്റ് കുരിപ്പുഴയിൽ മറ്റൊരു സ്ഥലത്ത് ഈ മുക്കാട് എന്ന് പറയുന്ന പ്രദേശത്ത് അവിടെയും തീപിടുത്തം ഉണ്ടായി. 2 ബോട്ടുകൾ നശിച്ചിരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായും അട്ടിമറി സാധ്യതകളോ മറ്റ് വിഷയങ്ങളോ ഉണ്ടോ എന്ന കാര്യത്തിൽ അന്വേഷണം നടത്തുമെന്ന കാര്യം ഇപ്പോൾ കളക്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ജില്ലാ കളക്ടർ അടക്കമുള്ളവർ സ്ഥലം സന്ദർശിച്ച ശേഷമാണ് പോയത്. ഇപ്പോൾ 10 ബോട്ടുകളാണ് പൂർണ്ണമായും കത്തി നശിച്ചത്. കോടികളുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.